Hello dears, welcome to the class. If you are healthy, you will be happy. നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ നിങ്ങൾ സന്തോഷവാനുമായിരിക്കും. What do you do to stay healthy? ആരോഗ്യവാനായിരിക്കാൻ എന്തെല്ലാം ചെയ്യണം? Now let's read a poem about being healthy and clean. നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് എങ്ങനെ ഹെൽത്തി ആയിരിക്കാം അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പോയമാണ്. Being healthy. Mom says I have to brush my teeth in the morning and night. അമ്മ പറയുന്നു ഞാൻ പല്ല് തേക്കണമെന്ന് ദിവസവും രാവിലെയും വൈകിട്ടും. They look and taste much better. അങ്ങനെ 2 നേരം പല്ല് തേച്ചാൽ അവ കാണാനും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റും നല്ലതായിരിക്കും. But I hate it when she is right. പക്ഷേ അമ്മ പറയുന്നത് നല്ലതാണെങ്കിലും ശരിയാണെങ്കിലും എനിക്കത് ഇഷ്ടമല്ല, വെറുപ്പാണ്. ഡാഡ് സേസ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് ആൻഡ് വാഷ് മൈ ബോഡി വെൽ. അച്ഛൻ പറയുന്നത് ഞാൻ ദിവസവും കുളിക്കണം, ശരീരം നന്നായി കഴുകി വൃത്തിയാക്കണമെന്നാണ്. ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ് ബട്ട് നൗ ഹീ ഈസ് റൈറ്റ് ആസ് വെൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ക്ലീനും ഫ്രഷും കാണാൻ നൈസുമായിരിക്കും. അച്ഛൻ പറയുന്നതും ശരിയാണ്. മൈ ബ്രദർ സേസ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. എൻ്റെ ബ്രദർ പറയുന്നത് ഞാൻ എപ്പോഴും കൈ കഴുകി വൃത്തിയായിരിക്കണമെന്നാണ്. ഹീ ഈസ് റൈറ്റ്, മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ് വിതൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ. ബ്രദർ പറയുന്നത് കറക്റ്റാണ്, കാരണം എൻ്റെ കൈകൾ എപ്പോഴും നന്നായിരിക്കും, അതുപോലെ തന്നെ നഖങ്ങളുടെ ഇടയിലൊന്നും ചളി ഉണ്ടാവുകയില്ല. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. ഷീ ഈസ് റൈറ്റ്, ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. എൻ്റെ സിസ്റ്റർ പറയുന്നത് ഞാൻ ദിവസവും കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ്. അവൾ പറയുന്നത് കറക്റ്റാണ്, കാരണം എനിക്ക് അതിൽ നിന്നും ഓടാനും അതുപോലെ തന്നെ നടക്കാനും കളിക്കാനും ഒക്കെ എനർജി കിട്ടും. Let's explore the poem. What healthy habit does each family member in the poem suggest? എന്തൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ് ഹെൽത്ത് ഹാബിറ്റായിട്ട് സജസ്റ്റ് ചെയ്തത്? മോം പറയുന്നത് ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. ഡാഡ് പറയുന്നത് ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് യുവർ ബോഡി വെൽ. ദിവസവും കുളിക്കുക എന്നുള്ളതാണ്. ഇനി ബ്രദർ പറയുന്നതോ വാഷ് യുവർ ഹാൻഡ് ടു കീപ് ദം ക്ലീൻ. കൈകൾ എപ്പോഴും കഴുകുക, അവ ശുദ്ധിയായിരിക്കാനായിട്ട്. സിസ്റ്റർ പറയുന്നത് ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എല്ലാ ദിവസവും വെജിറ്റബിൾസ് കഴിക്കുക. വാട്ട് ആർ ദ ഹെൽത്തി ഹാബിറ്റ്സ് മെൻഷൻഡ് ഇൻ ദ പോയം? എന്തൊക്കെയാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്ന ഹെൽത്തി ഹാബിറ്റ്സ്? ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസത്തിൽ 2 പ്രാവശ്യം പല്ല് തേക്കുക. ടേക്ക് എ ബാത്ത് ഡെയിലി. ദിവസവും കുളിക്കുക. വാഷ് യുവർ ഹാൻഡ്സ്. കൈകൾ കഴുകുക. ഈറ്റ് ഹെൽത്തി മീൽസ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ പറയുന്ന ലൈൻസ് വായിക്കൂ. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. ഷീ ഈസ് റൈറ്റ്, ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. എൻ്റെ സിസ്റ്റർ പറഞ്ഞു ദിവസവും കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണം. അത് ശരിയാണ്, കാരണം എനിക്ക് ഓടാനും നടക്കാനും കളിക്കാനുമൊക്കെ എനർജി ലഭിക്കുമെന്ന്. നൗ ആഡ് 4 ലൈൻസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ ഒരു ലൈൻസ് കൂട്ടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു. എൻ്റെ ഫ്രണ്ട് പറയുന്നത് ഞാൻ ചെയ്യണം. എന്താണ്? മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു സ്ലീപ്പ്. എൻ്റെ ഫ്രണ്ട് പറയുന്നത് ഞാൻ ഉറങ്ങണം. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുകയും അതുപോലെ തന്നെ നേരത്തെ എണീക്കുകയും ചെയ്യണം. ഷീ ഈസ് റൈറ്റ്. അവൾ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അങ്ങനെ ചെയ്താൽ അത് ആ മനുഷ്യന് ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ ബുദ്ധിയും കൂട്ടുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കളർ ദ ഹെൽത്തി ഫുഡ് ഐറ്റംസ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഹെൽത്തി ഫുഡ് ഐറ്റംസിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്? ടെൻഡർ കോക്കനട്ട്, ഇളനീർ,
ആപ്പിൾ ആൻഡ് ലെറ്റ്യൂസ്. ദെൻ ലിസ്റ്റ് ദ ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്, അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ് എന്ന് എഴുതണം. ഇതിൽ തന്നിരിക്കുന്ന ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനട്ട്, ആപ്പിൾ, ലെറ്റ്യൂസ് ഇതൊക്കെയാണ്. അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്? പിസ്സ, ബർഗർ, ജിലേബി. ഇനി നമുക്ക് കുറച്ച് ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഹെൽത്തി ഫുഡ് ഐറ്റംസ് ആണ് ആദ്യം പറയുന്നത്. നമ്മൾ കഴിക്കേണ്ട ഫുഡ്സ് ഇതൊക്കെയാണ്: ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, ജ്യൂസ്. ജ്യൂസ് എന്ന് പറയുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ജ്യൂസ് ആയിരിക്കണം. ചിക്കൻ, മീറ്റ്, ഫിഷ്. ചിക്കനും ഒരു മീറ്റ് തന്നെയാണ്, പക്ഷേ നമുക്ക് മറ്റ് ഇറച്ചികൾ, അതാണ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പ്, റൈസ്, സാലഡ്, അതുകൂടാതെ യോഗർട്ട്, തൈര്, കറി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കറികൾ. ദോശ, ഇഡ്ഡലി, പീനട്ട് കാൻഡി, കപ്പലണ്ടി മിഠായി അല്ലേ. സ്റ്റീംഡ് റൈസ് കേക്ക് ആൻഡ് ചിക്ക് പീ കറി, പുട്ടും കടലയും. ടെൻഡർ കോക്കനട്ട്, ഇളനീർ, അതുപോലെ തന്നെ അപ്പം ആൻഡ് എഗ് കറി. അപ്പത്തിനെ ഹോപ്പേഴ്സ് എന്നുകൂടി പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ്സാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി. ഇനി പറയാൻ പോകുന്നതാണ് അൺഹെൽത്തി ഫുഡ്. അതായത് നമ്മൾ കഴിക്കാൻ പാടില്ല, നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫുഡ്സാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? ഐസ്ക്രീം, പിസ്സ, ചോക്ലേറ്റ്, ജെല്ലി, കുക്കീസ്, കപ്പ് കേക്ക്, സോഡ, നൂഡിൽസ്, സോസേജ്, ഹോട്ട് ഡോഗ്, കോള, കാൻഡി, ജിലേബി, പാനിപൂരി, പിസ്സ, ബർഗർ, കേക്ക്, ഡോണറ്റ്. ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി. ബ്രിങ് എ വെറൈറ്റി ഓഫ് ഹോംലി ഫുഡ് ഐറ്റംസ് ആൻഡ് കണ്ടക്ട് നാടൻ ഭക്ഷ്യമേള, എത്നിക് ഫുഡ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. Prepare the recipe and share with the visitors. Collect the pictures of various food items and prepare an album. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു നാടൻ ഭക്ഷ്യമേള നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കാനാണ് എത്നിക് ഫുഡ് ഫെസ്റ്റ്. എന്നിട്ട് ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും റെസിപ്പി കണ്ടുപിടിച്ച് വരുന്നവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നാടൻ ഫുഡ് ഐറ്റംസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം ഇതിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യണം, നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കണം. ദ റൺ എവേ പാൻ കേക്ക്, ഓടിപ്പോയ പാൻ കേക്ക്. അപ്പോൾ വീട്ടിൽ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് ചുറ്റുമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഓരോരുത്തരും പറയുന്നത് നോക്കാം. ഐ തിങ്ക് എവരി വൺ വിൽ ലവ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ്. അപ്പോൾ മറ്റൊരു കുട്ടി പറയുന്നത് ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഞാൻ ആദ്യം കഴിക്കും. ഇറ്റ് വിൽ ബി ഡിലീഷ്യസ്. മറ്റൊരു കുട്ടി പറയുന്നത് ഇത് വളരെ സ്വാദുള്ളതായിരിക്കും. മോം ഐ വാണ്ട് ദിസ്. മറ്റു കുട്ടി പറയുകയാണ് എനിക്ക് വേണം അമ്മേ ഇത്. മോം യു ആർ മേക്കിംഗ് മൈ ഫേവറിറ്റ് ഡിഷ്. എന്താണ്? അമ്മ ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവറിറ്റ് ഡിഷാണെന്നാണ് ഒരാൾ പറയുന്നത്. ഇറ്റ് ലുക്സ് സോ ക്രിസ്പി. അത് കണ്ടിട്ട് വളരെ ക്രിസ്പി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്, കണ്ടില്ലേ? ഓൾ ഓഫ് എ സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. പെട്ടെന്ന് പാൻ കേക്ക് ആ പാനിൽ നിന്നും ചാടി. ഓ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. അയ്യോ, ആ പാൻ കേക്ക് ചാടി, അതിനെ പിടിക്കൂ. സ്റ്റോപ്പ് ദർ, നിൽക്കവിടെ. ഓക്കെ ഐ വിൽ ക്യാച്ച് ഇറ്റ്. ഞാനതിനെ പിടിക്കാം. അങ്ങനെ പാൻ കേക്ക് ചാടിപ്പോകുമ്പോൾ എല്ലാവരും അതിനെ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. കണ്ടില്ലേ? പാൻ കേക്ക് ആ ഒരു പാനിൽ നിന്നും പുറത്തേക്ക് ചാടുന്നതാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ ഒരു ഡോഗ് പാൻ കേക്കിനെ കണ്ടു. അത് പറയാണ് സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കൂ.
വൈ ആർ യു റണ്ണിങ്? എന്തിനാണ് നീ ഓടുന്നത്? അപ്പോൾ പാൻകേക്ക് പറയാണ്, ഹെൽപ്പ് ഹെൽപ്പ്, രക്ഷിക്കൂ. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ ആർ ഫോളോയിങ് മീ. ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരുടെ 7 കുട്ടികളും എന്നെ ഫോളോ ചെയ്യുന്നു എന്ന്. കണ്ടില്ലേ, എല്ലാവരും ഓടി വരുന്നതാണ് അല്ലേ. ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻകേക്ക് അതിനെ കൊണ്ടാവുന്നത് പോലെ ഓടി. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ഫോളോഡ് ഇറ്റ്. അച്ഛനും അമ്മയും ആ 7 കുട്ടികളും അവരുടെ വളർത്തു നായയും അതിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കാറ്റിനെ കണ്ടു. ഹേ, വൈ ആർ യു റണ്ണിങ്? എന്തിനാണ് നീ ഓടുന്നത്? ആ കാറ്റ് ചോദിച്ചു. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ. കുട്ടികളും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. എത്ര കുട്ടികളാണ്? 7 ചിൽഡ്രൻ ആണ് അല്ലേ. കണ്ടില്ലേ അവർ ഓടി വരുന്നത്. സ്റ്റോപ്പ് ദർ, നിൽക്കവിടെ. ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് കാറ്റ് ഫോളോഡ് ഇറ്റ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻഡ്? ഒരു ഗോട്ട്, ആട് ചോദിക്കുകയാണ്, ഹലോ ഫ്രണ്ട്, നിങ്ങൾക്ക് എന്തു പറ്റി എന്ന്. അപ്പോൾ പാൻകേക്ക് പറയാണ്, ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് കാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീ. ഇപ്പോൾ ആ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും പിന്നെ ആ കാറ്റ് കൂടി പാൻകേക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഫോളോ ചെയ്തിട്ട്? അവർക്ക് കഴിക്കാൻ. സ്റ്റോപ്പ് ദർ, നിൽക്കവിടെ. ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് കാറ്റ് ആൻഡ് ഗോട്ട് ഫോളോഡ് ഇറ്റ്. ഇപ്പോൾ 7 കുട്ടികളും അച്ഛനും അമ്മയും കൂടാതെ അവരുടെ പെറ്റ് ഡോഗും പിന്നെ നേരത്തെ ചോദിച്ച കാറ്റും അതുപോലെ തന്നെ ഗോട്ട് ആടും ഇപ്പോൾ പാൻകേക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ചിത്രത്തിൽ. വൈ ആർ യു റണ്ണിങ്? നീ എന്തിനാണ് ഓടുന്നത്? ഒരു ഫോക്സ്, കുറുക്കനാണ് ചോദിക്കുന്നത്. അപ്പോൾ പാൻകേക്ക് പറയാണ്, ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് കാറ്റ് ആൻഡ് ഗോട്ട് ആർ ഗോയിങ് ടു ക്യാച്ച് മീ. ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ? അപ്പോൾ പാൻകേക്ക് പറയാണ്, 7 കുട്ടികളും അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരുടെ പെറ്റ് ഡോഗും കാറ്റും ഗോട്ടും ഒക്കെ എന്നെ പിടിക്കാനായിട്ട് വരികയാണ്. നിങ്ങൾക്ക് എന്നെ എവിടെയെങ്കിലും ഒളിച്ചു നിർത്താൻ കഴിയുമോ എന്ന്. ആരോടാണ് ചോദിക്കുന്നത്? ഫോക്സ്, ഏറ്റവും സൂത്രക്കാരനായ ഒരാളാണ് ഫോക്സ്, കുറുക്കൻ അല്ലേ. അപ്പോഴെന്ത് സംഭവിച്ചു? ഫോക്സ് ആ പാൻകേക്ക് കഴിച്ചു. യമ്മി യമ്മി, കണ്ടില്ലേ. ഓ ഇറ്റ്സ് ഗോൺ, അത് പോയി. ആ ഓടി വന്നവരെല്ലാം അത് കണ്ടു അല്ലേ, കുറുക്കൻ അത് കഴിക്കുന്നത്. അങ്ങനെ പാൻകേക്ക് സൂത്രക്കാരനായ ആ ഫോക്സ് കഴിച്ചു. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായോ? പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. റൈറ്റ് ദ ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. പിക്ചർ നോക്കി ആ ഈവൻറ്റ്സിനനുസരിച്ച് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറിൽ എന്താണ്? ഒരു കുട്ടിക്ക് അതിൻ്റെ മദർ ഫുഡാക്കി കൊടുക്കുകയാണ്. സ്കൂളിലേക്ക് പോകാനാണ്. കണ്ടില്ലേ, യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതുമായി ആ കുട്ടി സ്കൂളിൽ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എഴുതാം, അജു വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ സ്കൂൾ. ഹിസ് മദർ വാസ് പാക്കിംഗ് ഹിസ് ലഞ്ച്. അജു സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അവൻ്റെ അമ്മ അവനുള്ള ലഞ്ച് പാക്ക് ചെയ്യുകയായിരുന്നു. ഹി വാക്ക്ഡ് ടു ദ സ്കൂൾ വിത്ത് ഹിസ് ബാഗ്സ്. അവൻ സ്കൂളിലേക്ക് നടന്നു അവൻ്റെ ബാഗുകളുമായിട്ട്. സ്കൂൾ ബാഗും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൻ്റെ ബാഗും ഉണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് ഒരു പുവറായിട്ടുള്ള ഒരു ഫാദറും ഡോട്ടറും ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്നതാണ്. ഫുഡിന് വേണ്ടിയിട്ടാണ് കരയുന്നത് അല്ലേ. അപ്പോൾ എന്തു ചെയ്തു? ആ കുട്ടി ആ കരയുന്ന കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. തൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാണത്. ഓൺ ദ വേ ഹി സോ എ ഫാദർ ആൻഡ് എ ഡോട്ടർ. ദേ വർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഷീ വാസ് ക്രൈങ് വിത്ത് ഹങ്കർ. ഹി ഫെൽറ്റ് സാഡ്. ഓൺ ദ വേ, പോകുന്ന വഴിയിൽ, ഹി സോ എ ഫാദർ ആൻഡ് എ ഡോട്ടർ, ഒരു അച്ഛനെയും മകളെയും അവൻ കണ്ടു. ദേ വർ സിറ്റിംഗ് അണ്ടർ എ ട്രീ, അവർ ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. ഷീ വാസ് ക്രൈങ് വിത്ത് ഹങ്കർ, ആ പെൺകുട്ടി വിശന്ന് കരയുകയായിരുന്നു. ഹി ഫെൽറ്റ് സാഡ്, അവന് പാവം തോന്നി.
അജു ഗേവ് ഹിസ് ലഞ്ച് ടു ദാറ്റ് ഗേൾ. അജു അവൻ്റെ ലഞ്ച് ആ പെൺകുട്ടിക്ക് കൊടുത്തു. മൂന്നാമത്തെ പിക്ചറിൽ എന്ന് പറയുന്നത് ആ കുട്ടി ഫുഡ് കഴിക്കുന്നു സന്തോഷത്തോടെ. പിന്നെ ഫുഡ് കൊടുത്ത കുട്ടി ആ കഥയെല്ലാം തൻ്റെ മദറിനോട് വന്ന് പറയുന്നതാണ്. ഷീ സ്റ്റാർട്ടഡ് ടു ഹാവ് ദ ഫുഡ്. ഹെർ ഫാദർ ഓൾസോ വെരി ഹാപ്പി. അവൾ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛന് വളരെ സന്തോഷമായി. അറ്റ് ദ ഈവനിങ് അജു ടോൾഡ് ദ സ്റ്റോറി ടു ഹിസ് മദർ. ഹിസ് മദർ ടോൾഡ് അജു ടു ഇൻവൈറ്റ് ദാറ്റ് ഫാദർ ആൻഡ് ഡോട്ടർ ടു ദെയർ ഹോം. ഈവനിങ് അജു നടന്ന സംഭവങ്ങൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ ആ അച്ഛനെയും മകളെയും വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ്, ഭക്ഷണം കഴിച്ച കുട്ടിയും അതുപോലെ തന്നെ അവളുടെ ഫാദറും വീട്ടിലേക്ക് വരുന്നു. അവർക്ക് കുട്ടിയുടെ അമ്മ ഫുഡ് വിളമ്പിക്കൊടുക്കുന്നു. കണ്ടില്ലേ? ദ നെക്സ്റ്റ് ഡേ അജു ഇൻവൈറ്റഡ് ദാറ്റ് ഫാദർ ആൻഡ് ഡോട്ടർ ടു ഹിസ് ഹോം. പിറ്റേ ദിവസം അജു ആ അച്ഛനെയും മകളെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അജുസ് ഫാദർ ആൻഡ് മദർ റിസീവ്ഡ് ദം വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് പ്രൊവൈഡഡ് ദം ഡിലീഷ്യസ് ഫുഡ്. അജുവിൻ്റെ അച്ഛനും അമ്മയും അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തു. ഈ സ്റ്റോറിയുടെ ടൈറ്റിലായി നമുക്ക് ഗിവിങ് മേക്സ് ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് കൊടുക്കാം. അതിനർത്ഥം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമുക്ക് സന്തോഷമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റൊരു ഹെഡിങ് കൊടുക്കാം, ഷെയറിങ് ഈസ് കെയറിങ്. പങ്കുവയ്ക്കുന്നത് കരുതലിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമാണ്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.